കരുനാഗപ്പള്ളിയിൽ 13 വയസ്സുകാരനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ. അയണിവേൽ കുളങ്ങര കോഴിക്കോട് സ്വദേശിയും വിദ്യാർത്ഥിയുടെ സംരക്ഷണ ചുമതലയുള്ള ആളുമായ ജലാലുദ്ദീൻ കുഞ്ഞാണ് അറസ്റ്റിലായത്. പ്രതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. കേബിൾ വയറുകൊണ്ട് പ്രതി കുട്ടിയുടെ തോളിലും പുറത്തും അടിച്ചു, വയറ്റിൽ ചവിട്ടി. കരഞ്ഞപ്പോൾ വായിൽ തോർത്തു തിരുകി. ചങ്ങല കൊണ്ട് കൈ ജനൽക്കമ്പിയിൽ കെട്ടി കേബിൾ വയർ കൊണ്ട് മാരകമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ കുട്ടിയുടെ തോളെല്ല് പൊട്ടി. കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കരുനാഗപ്പള്ളി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളി SHO മോഹിദിന്റെ നേതൃത്വത്തിൽ SIമാരായ ഷിജു, ഷാജിമോൻ, റഹീം, ASI പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പിനെത്തിയ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന പ്രതി പാറശാല പ്ലാമൂട്ടുകട സ്വദേശി വർഗീസ് അറസ്റ്റിൽ. പിതാവിന് കൂട്ടിരിപ്പിന് അമ്മൂമ്മയ്ക്കൊപ്പം എത്തിയ കുട്ടിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ പിതാവിനൊപ്പമുണ്ടായിരുന്ന കുട്ടിക്ക് നേരെയായിരുന്നു അതിക്രമം. ഇതേ വാർഡിൽ ചികിത്സയിലായിരുന്ന പാറശാല പ്ലാമൂട്ടുകട സ്വദേശി വർഗീസാണ് ലൈംഗിക അതിക്രമം നടത്തിയത്. കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന അമ്മുമ്മ മരുന്ന് വാങ്ങാൻ പോയ സമയത്താണ് പ്രതി മോശമായി പെരുമാറിയത്. കുട്ടി ബഹളം വച്ചതോടെയാണ് വിവരം പുറത്തായത്. തുടർന്ന് കുഞ്ഞിന്റെ ബന്ധുക്കൾ വെള്ളറട പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വർഗീസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം.